സോ ഗൈസ് ഇന്ന് ജൂൺ 16 രാവിലെ തന്നെയാണ് ഇപ്പോൾ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ സെക്കൻഡ് സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ആയിരിക്കുകയാണ്. സോ ഞാൻ ഈ എപ്പിസോഡ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ. ഏകദേശം 10:30 ഞാൻ എണ്ണീറ്റ് വന്ന് ഇപ്പോഴൊക്കെ താമസിച്ചു. ഓക്കെ, സോ അതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഈദ് മുബാറക്. സോ അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഈ പറയുന്ന സെക്കൻഡ് സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും ഒരു ചെറിയ റിവ്യൂ നമുക്ക് വേണ്ടി പറയാം. സോ അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഹൗസ് ഓഫ് ദി ഡ്രാഗൺ. സോ ഗൈസ് സെക്കൻഡ് സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡിന്റെ പേര് എ സൺ ഫോർ ആൻ സൺ എന്നാണ്. സോ എന്താണോ നമ്മൾ ഫസ്റ്റ് സീസണിന്റെ അവസാനം കണ്ടു നിർത്തിയ കാര്യങ്ങൾ അവിടെ നിന്നാണ് ഈ ഒരു കഥ സ്റ്റാർട്ട് ആവുന്നതും ലുസേരിയസ് വെല്ലോറെ മരിക്കുന്നതും തുടർന്ന് നടക്കുന്ന സംഭവവികാസമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിലായി കാണുന്നത്. സോ ഇവിടെ ഉണ്ടാവുന്ന റെനേറയുടെ ഇമോഷൻസ് ആണെങ്കിലും ഡേമോന്റെ പ്രതികാരമാണെങ്കിലും തുടങ്ങിയ എല്ലാ കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുപോകുന്നത്. തുടർന്ന് ഏഗോന്റെ രാജാവായതിനു ശേഷമുള്ള ഏഗോന്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും അതിന് വെസ്ട്രോസിലും അതുപോലെ ഡ്രാഗൺ സ്റ്റോണിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നതിനെ കുറിച്ചൊക്കെ ഉള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന പൈലറ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് വേറെ റേഞ്ച് എപ്പിസോഡ് തന്നെയായിരുന്നു ഇതിന്റെ ഒരു പൈലറ്റ് എപ്പിസോഡ് എന്ന് പറയാൻ കാരണം ബുക്കിൽ ബ്ലഡ് ആൻഡ് ചീസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഈവന്റ് ഉണ്ട്. ആ ഒരു ഈവന്റ് ആണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് തന്നെ. ഒരുപാട് പറഞ്ഞു ഞാൻ ആ കാര്യങ്ങളൊന്നും പറഞ്ഞ് സ്പോയിലർ ചെയ്യുന്നില്ല. സോ ഈ ഒരു എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ചെയ്യും, പക്ഷെ ഉടനെ ഇല്ല. കാരണം ഇപ്പോൾ സെം നടന്നുകൊണ്ടിരിക്കുകയാണ്, സെം എക്സാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എഡിറ്ററിന്റെ സെം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എന്റെ സെം എക്സാം ഇപ്പോൾ ഉടനെ നടക്കും. സോ അതുകൊണ്ട് തന്നെ എപ്പിസോഡിന്റെ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ കുറച്ച് താമസിക്കും. എന്നാലും മാക്സിമം ഉടനെ തന്നെ ചെയ്യാൻ നോക്കാം. ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ ചെയ്യാനായി ശ്രമിക്കാം. സോ ഇനി ആ ഒരു എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു എപ്പിസോഡിനകത്ത് എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് അതിന്റെ വിഷ്വൽസും രണ്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ്. അതിന്റെ നോക്കിയാൽ ഏറ്റവും ഫസ്റ്റ് തന്നെ പറയേണ്ടതാണ് ഇതിന്റെ ടൈറ്റിൽ കാർഡ്. നമ്മൾ ഫസ്റ്റ് സീസണിൽ കണ്ടിട്ടുള്ള ടൈറ്റിൽ കാർഡിൽ നിന്നും അത്യാവശ്യം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കാർഡാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണുന്നത്. ആൻഡ് ഈ ഒരു സീസണിൽ മൊത്തം മിക്കവാറും ഈ ഒരു ടൈറ്റിൽ കാർഡ് തന്നെ ആയിരിക്കും. ഇനി അടുത്ത സീസണിൽ മാറുമോ എന്നുള്ള ആരും അറിഞ്ഞുകൂടാ. ഈ ഒരു സീസണിൽ നമ്മൾ മൊത്തം പറയുന്ന ടാർഗേറിയൻസിന്റെ ഒരു എവല്യൂഷൻ ആണ് കാണുന്നതെന്ന് പറയാം. ഈവൻ ഈ പറയുന്ന പോലെ വലേറിയയിലെ നടന്ന ഡൂം ആണെങ്കിലും ഈവൻ നമ്മൾ ഹൗസ് ഓഫ് ഡ്രാഗൺസിന്റെ ഫസ്റ്റ് സീസണിൽ കണ്ട കാര്യങ്ങളും ഇനി അങ്ങോട്ട് കടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് റെഫറൻസ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഈ ഒരു പറയുന്ന ടൈറ്റിൽ കാർഡ് എന്ന് പറയുന്നത്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സെയിം ആണെങ്കിലും ടൈറ്റിൽ കാർഡിന് ഒരുപാട് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വിന്റർഫെല്ലിൽ കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഫസ്റ്റ് സീസൺ തുടങ്ങുന്നത്. വിന്റർഫെല്ലിലോട്ട് റേവൻ ചെല്ലുന്നതും ആ ഒരു സീക്വൻസ് ഒക്കെ പൊളിയായിരുന്നു. ആൻഡ് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡിന് ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ഒരുപാട് ലാഗ് അടിപ്പിക്കാതെ ഒന്ന് കഴിഞ്ഞ് അടുത്തത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ആൻഡ് ഡേമോന്റെ ലീലാവിലാസങ്ങളാണെങ്കിലും ഡേമോൻ കാണിച്ചു കൊടുക്കുന്ന പല കാര്യങ്ങളാണെങ്കിലും എല്ലാം അവരും ഒരു എന്താ പറയുക ഒരു മികച്ച രീതിയിൽ തന്നെ അവർക്കത് റൈറ്റ് ചെയ്ത് നല്ല സ്ക്രീനിൽ കാണിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് നമുക്ക് വിന്റർഫെല്ലിന്റെ സീക്വൻസുകളൊക്കെ ഉണ്ട്. അത് കണ്ടപ്പം ജിയോട്ടിയുടെ കുറെ നൊസ്റ്റാൾജി മൊമെന്റ്സ് ഒക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. സോ ഇനിയിപ്പം ഈ പറയുന്ന പോലെ സ്റ്റാർസ് ആണെങ്കിലും ഒക്കെ നമുക്കിനി ഒരുപാട് എപ്പിസോഡ് അങ്ങോട്ട് കാണാൻ കിടക്കുകയാണ്. അതേപോലെ കോളിസ് വെലോറിൻ ആണെങ്കിലും പുള്ളി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, കാരണം പുള്ളിയുടെ കൊച്ചുമകൻ കൂടെ ആണ് ഈ മരിച്ചിട്ടുള്ളത്. ആൻഡ് പുള്ളി ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടോട്ടലി ആ ഒരു ഹൗസ് മുഴുവനായിട്ട് തന്നെ ഇപ്പോൾ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈവൻ ബ്ലാക്സ് മൊത്തത്തിൽ ഇപ്പോൾ ലുസേരിയസ് വെലോറിന്റെ മരണത്തോടു കൂടി മൊത്തത്തിൽ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം അവർക്ക് നീറ്റായിട്ട് തന്നെ ഈ ഒരു ഒറ്റ എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണിച്ചു തരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈവൻ ലുസേരിയസ് വെലോറിന്റെ ഒരു മരണം എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന പോലെ റെനേറി ആണെങ്കിലും ഡേമോനെ ആണെങ്കിലും റെയിനി സ്റ്റാർഗറിനെ ആണെങ്കിലും അതേപോലെ കോളിസ് വെലോറിനെ ആണെങ്കിലും ലുസേരിയസിന്റെ ചേട്ടനായിട്ടുള്ള ജെസേരിയസ് വെലോറിന്റെ ആണെങ്കിലും ഈവൻ ലുസേരിയസിന്റെ ലവ് ഇൻട്രസ്റ്റിനെ ആണെങ്കിലും ഇവരുടെ എല്ലാ ഒരു ഇമോഷൻസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ അവർക്ക് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് വരെ കാണിച്ചു തരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരി ബ്ലഡ് ആൻഡ് ചീസ് എന്ന് പറഞ്ഞ ഒരു സാധനം അത്യാവശ്യം ഭയങ്കര ഒരു രസമായിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഭാഗമായിരുന്നു ഒരു ഭാഗം. അതിനൊരു സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ മുതൽ പിന്നീട് അങ്ങോട്ട് നടന്ന കാര്യങ്ങളെല്ലാം വേറെ റേഞ്ചാണ്. ആൻഡ് ഈ ഒരു എപ്പിസോഡിലൂടെ തന്നെ ബ്ലാക്സും ഗ്രീൻസും ഒഫീഷ്യലി അവരുടെ വാർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് സീസണിന്റെ 10ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഗ്രീൻസ് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വാർ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് സെക്കൻഡ് സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ആ ഒരു എപ്പിസോഡിൽ കൂടെ തന്നെ ബ്ലാക്സ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വാർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. സോ ഇനി അങ്ങോട്ട് ഇവരുടെ നടക്കുന്ന കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടറിയാം. എനിക്കില്ല കഥ അറിയാവുന്ന ഒരു രീതി പറയാണ്. ഇനി അങ്ങോട്ട് വേറെ റേഞ്ചാണ്. എക്സ്പെഷ്യലി അടുത്ത എപ്പിസോഡ് ഐ മീൻ 4ാമത്തെ എപ്പിസോഡ് അതിലൊരു വാർ അടക്കാൻ പോവാണ്. ഓർത്തിട്ട് തന്നെ കോരിത്തിരിക്കുകയാണ്, രസമാണ്, വേറെ റേഞ്ച് ആവാൻ വേണ്ടി പോവാണ്. സോ അതേപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ചധികം ഡ്രാഗൺസിനും കാണാൻ സാധിക്കുന്നുണ്ട്. മെയിൻലി വേഗാറിനെ ആണെങ്കിലും അതേപോലെ റെനിയറെ ഡ്രാഗണെ ഒക്കെ നമുക്ക് കാണാനായി സാധിച്ചിട്ടുണ്ട്. സോ ഈയിടയ്ക്ക് ഐ മീൻ അതുപോലെ നമ്മുടെ 10ാമത്തെ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഉടനെ തന്നെ
തന്നെ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഡ്രാഗൺ റൈഡേഴ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കും. ബട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ചെയ്യുള്ളൂ. സോ അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സീസൺ 1ൻ്റെ 10 എപ്പിസോഡ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. ലിങ്കിന് വേണ്ടി ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എവിടെയെങ്കിലുമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും, നോക്കിയാൽ മതി. സോ ആ ഒരു എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു റീവാച്ച് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും. ആ ഒരു രീതി അത്യാവശ്യം ടൈം എടുത്ത് തന്നെയാണ് ആ എപ്പിസോഡുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ നിങ്ങൾ എപ്പിസോഡ് കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ മറക്കാതെ കമന്റിലൂടെ അറിയിക്കുക. ആൻഡ് ഈ പറയുന്ന പോലെ സെക്കൻഡ് സീസണിന്റെ എപ്പിസോഡ് ഉടനെ വേണോ അതോ കുറച്ച് കഴിഞ്ഞ് മതിയോ എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ താഴെ കമന്റ് ചെയ്യുക. കാരണം എപ്പിസോഡ് ഇട്ട് നിങ്ങൾ കാണാൻ ആളില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഞങ്ങൾ ഈ ഒരു എക്സാം ടൈമിലും ഇത്രയും സ്ട്രെസ് എടുത്ത് അല്ലെങ്കിൽ ഇത്രയും ടൈം കണ്ടെടുത്ത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. സോ നിങ്ങളും കൂടെ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. എന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രചോദനമുണ്ട്. എന്തായാലും ചെയ്യാതിരിക്കില്ല, പക്ഷേ ഒന്നെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും ചെയ്യുക. മിക്കവാറും പറയുന്ന പോലെ മൊത്തം എപ്പിസോഡ് ഇറങ്ങി തീർന്നതിന് ശേഷമായിരിക്കും ഒന്നെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എക്സാംസിനൊക്കെ ഇടയിൽ വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോൾ എക്സാംസിൻ്റെ ഇടയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ എക്സാമിൻ്റെ ഇടയിലും നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി ടൈം കണ്ടെത്തി ചെയ്യുമ്പോൾ കാണാൻ ആളില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ചെയ്തു പോവുകയാണ്, ഒരു കാര്യമില്ലാതായി പോകും. സോ നിങ്ങളുടെ അഭിപ്രായം കൂടെ മറക്കാതെ കമന്റിലൂടെ അറിയിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ശ്രമിച്ചത്. മാക്സിമം സ്പോയിലർ ഇല്ലാതെ പറയാൻ ശ്രമിച്ചു എന്നാണ് എൻ്റെ ഒരു വിചാരം. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സിനിമകളുടെയും സീരീസിനെയും കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനും ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. സോ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, ആ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ആ ഒരു പേജിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ മാക്സിമം ഇടാനായി ശ്രമിക്കുന്നതാണ്. സോ നമ്മുടെ ചാനൽ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം പറയുന്നത് ആ ഒരു ഇൻസ്റ്റാ പേജിലൂടെ ആയിരിക്കും. അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ ഒന്ന് കയറി ജോയിൻ ചെയ്തേക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മാർവലിന്റെ ആണെങ്കിലും DC-യുടെ ആണെങ്കിലും സീരീസ് ആണെങ്കിലും ആനിമീസ് ആണെങ്കിലും ബുക്സ് ആണെങ്കിലും എന്തിനെക്കുറിച്ചും ഈ പറയുന്ന സിനിമ മേഖലയെക്കുറിച്ച് വരുന്ന എന്തൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അവിടെ ഡീസൻ്റ് ആയിട്ട് വന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ അവിടെ ഞങ്ങൾ കുറേ പേരൊക്കെ അവിടെ ഉണ്ടാവും. സോ ആ ഒരു ലിങ്ക് കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സോ വീഡിയോ ഇഷ്ടമായോ ഇല്ലെന്ന കാര്യം മറക്കാതെ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഒന്നും കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. സോ ഇതിൽ നല്ലൊരു എപ്പിസോഡ് കാണാവുന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി സൈൻ ഔട്ട് വിത്ത് AK Spoke മലയാളം.